കുടിക്ക്. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ ഇപ്പൊ കഴിച്ചിറങ്ങുകയല്ലേ? ഇരിക്കണോ? കാര്യസ്ഥനും മുതലാളിയൊക്കെ പഴയ കാലത്താ. ആ വൈദ്യരെ കണ്ടില്ലല്ലോ. ആയിരിക്കും. അത് പിന്നെ ആയുർവേദമല്ലേ, സാവകാശം ഭരിക്കും. ആ ചെരുപ്പില്ലാണ്ട് എനിക്കൊരു അട്ടി വെക്കാൻ പറ്റില്ല. ഓടുകണി പിന്നെ പറയാൻ വേണ്ട. ഇല ഇടുന്നതിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചതാ. ആ സാരമില്ല, വൈദ്യരെ അവിടെ ഇരിക്കും. എനിക്കൊരബദ്ധം പറ്റി. പറ്റി എന്ന് പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. എന്താ പറ്റിയത്? ഞാൻ പറയാം. ഒന്നിനെ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് വൈദ്യർ കേട്ടാ മതി. നിങ്ങൾ പറയൂ. ഒന്നുകിൽ വൈദ്യരുടെ അടുത്തേക്ക് ആരെങ്കിലും ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്തേക്ക് വൈദ്യർ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടാവും. അത് തന്നെ ഉണ്ടായേ. എനിക്കറിയാം, നമ്മുടെ രാഘവൻ കൈമൾക്ക് 1 മണിക്കൂറേ ആയുസുള്ളൂ. ഞാൻ നാടി പിടിച്ചു നോക്കി. ഈ നാടി പിടിച്ചു നോക്കിയാൽ എങ്ങനെ ആയുസറിയാ? അല്ലാതെ നിങ്ങൾ അലോപ്പതിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ അലോപ്പതിക്കാരെ കുറ്റം പറഞ്ഞോണ്ട് നിങ്ങൾ വലിയ ആളൊന്നും വേണ്ട. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പറയണ്ടല്ലോ. എന്റെ ഡോക്ടർ സാറേ, വെറുതെ വൈദ്യരെ ചൂടാക്കല്ലേ, അല്ലെങ്കിൽ ചൂടണം. വൈദ്യരങ്ങനെ ചൂടാവൊന്നുമില്ല. ആയുർവേദത്തെ പിടിച്ച് കളിച്ചാൽ ഞാൻ ചൂടാവും. അതെ, ഞാനത് ചോദിക്കട്ടെ, മനുഷ്യന്റെ ആന്തരാളി വ്യൂഹത്തിൽ എത്ര നാഡീ ഞരമ്പുകളുണ്ട്? എത്രയുണ്ട്? എത്ര? 44,448. 48 അര. അരെ, ഇതെന്താ ഈ അരനാഡി വ്യൂഹം? അരനാഡി വ്യൂഹം എന്ന് വെച്ചാൽ അരയിലുള്ള ഒരു ചെറിയ നാഡീ വ്യൂഹത്തിനെയാണ് അരനാഡി വ്യൂഹം എന്ന് പറയുക. എന്താ ചിരിക്കണേ? എന്റെ വൈദ്യർക്ക് കൊച്ചു കുട്ടികൾക്ക് കുളിക്കാനുള്ള എണ്ണ, അല്ലെങ്കിൽ വയസ്സന്മാർക്ക് തേച്ചു കുളിക്കാനുള്ള കുഴമ്പ്, ഇതൊക്കെ ഉണ്ടാക്കി പോരെ, വെറുതെ മനുഷ്യനെ മണ്ണെടുത്ത് നിന്നിനെ. ഞാനൊരു ഡോക്ടറാണ്. അല്ല, അത് പറയരുത്. ആയുർവേദത്തെ കുറിച്ചാണ് നിങ്ങൾ കണ്ടാൽ ഇങ്ങനെ. ഞാൻ തമാശ പറഞ്ഞാണ്. ഞാനൊരു തമാശക്ക് പറഞ്ഞ. വൈദ്യർ ഊണ് കഴിക്കും. വൈദ്യർ ഊണ് കഴിക്കൂ. കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ മിണ്ടായിരിക്കാം, കഴിക്കൂ. എന്നാലും 44,408 അര. ഊണ് കഴിക്കേ. ഊണ് കഴിക്കും. 48 അര. അതെ, വയറ്റിപ്പഴപ്പല്ലേ. ഒരു പാഴ്സലുണ്ട്, മടങ്ങി വന്നതാ. മടങ്ങി വന്നോ? അതെ, രേവതി മേനോൻ അയച്ച പാഴ്സലാ. അഡ്രസ് വേണ്ടാന്ന് പറഞ്ഞ് മടക്കി അയച്ചു. കൃത്യസമയത്ത് കൃത്യ ദിവസം തന്നെ മടങ്ങി വന്നു. കൊള്ളാം, നന്നായി. ആ, ഇതാണ് അയ്യപ്പൻ പിള്ളേ യോഗം എന്ന് പറയുന്നത്. ഇന്ദു, പോകാൻ വരട്ടെ. ഇന്ന് എന്റെ മകളുടെ പിറന്നാളാണ്. അല്പം മധുരം കഴിച്ചിട്ട് പോയാൽ മതി. ശരി അയ്യപ്പൻ പിള്ളേ, വരൂ. ആ, ഇതും കൂടി ആ കൂട്ടത്തിലെടുത്ത് വെച്ചോളൂ. എണ്ണം തികയട്ടെ. ബാലമാവൻ എന്തിനാ വിഷമിക്കുന്നത്? സമ്മാനമല്ല, ഇനി 2 അടി തന്നാലും മറുത്തൊന്നും പറയാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഇവിടെ ഞങ്ങളില്ലേ? പിന്നെന്താ, നല്ല കാര്യമായി അല്ലേ വൈദ്യരെ? അതെ, ഫലിതം പറയാൻ എന്തിനാ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത് മാധവൻകുട്ടി? ആദ്യമായിട്ടല്ലല്ലോ രേവതി എന്റെ സമ്മാനം തിരിച്ചയക്കുന്നത്. ഐ കൻ സ്റ്റാൻഡ് ഇറ്റ്. ആ, ഉണ്ടപ്പോ അളിയും തമാശയൊക്കെ പറഞ്ഞ് കുറെ കൂടുതലും കഴിച്ചു. വയറ് വല്ലാതായി. ഞാനിത്തിരി ഒന്ന് കിടക്കട്ടെ. ബാലമാവന്റെ കഴിഞ്ഞ 16 കൊല്ലത്തെ സമ്പാദ്യങ്ങളാ അല്ലേ? ഓരോ തവണയും വിചാരിക്കുന്നുണ്ടാവും തിരിച്ചയക്കില്ലെന്ന്. സ്നേഹം ഉണ്ടെങ്കിലല്ലേ തിരിച്ചയക്കാതിരിക്കൂ. കത്തുകളും സമ്മാനപ്പൊതികളും ഒക്കെ തിരിച്ചു വരുമ്പോ ബാലമാവൻ എത്ര വിഷമിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഇത്തവണ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് 2 അറ്റാക്ക് കഴിഞ്ഞാലേ. അടുത്ത ഒരു പിറന്നാളിനും കൂടി താനുണ്ടാവുന്ന അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. ഇതൊന്നും ആലോചിക്കാൻ ആ കുട്ടിക്ക് മനസ്സ് വരുന്നില്ലല്ലോ. അവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപെന്നോ നടന്ന കാര്യങ്ങളല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഒക്കെ ഓരോ വിധിയാണ്.
ഞാൻ ഇറങ്ങട്ടെ. ക്ലിനിക്കിൽ പേഷ്യൻസ് കാത്തിരിപ്പുണ്ടാവും. ബാലമ്മാവനോട് ഇത് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. മാങ്ങാ ചമ്മന്തി അസലായി. അതിന്റെ കോംപ്ലിമെന്റ്സ് ദേവൂട്ടിക്കല്ല കൊടുക്കേണ്ടതെന്ന് പറയാം. ഓട്ടെ. എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. ഒന്നും സാരമാക്കണ്ട. ബാലമാവ് സമാധാനായിട്ടിരിക്കണം. തിരിച്ചയക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയച്ചത്. നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോ ചിരിക്കാനാവും തോന്നുക. ദുഃഖങ്ങളെ തേടിപ്പിടിക്കുക വന്നു വന്ന് എനിക്കൊരു ശീലമായി. ഇന്ദു, കാപ്പി ചൂടാറണ്ട. എന്താ ബാലമാവ? ഒന്നുമില്ല, ഒരു തളർച്ച പോലെ. ഞാൻ ഡോക്ടറെ വിളിപ്പിക്കാം. അതൊന്നും വേണ്ട, ഇത്തിരി നേരം കിടന്നാ മതി. ദേവൂട്ടമ്മേ, ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഇന്ദു ആളെ അയച്ചപ്പോ സത്യത ഞാൻ പേടിച്ചുപോയി. വെറുതെ നത്തിങ്. ബാലമ്മാവന് ഒരു കുഴപ്പമില്ല. ഒന്നും കൂടി സൂക്ഷിച്ച് പരിശോധിക്കൂ കുഞ്ഞെ. വല്ലാതെ ശ്വാസം മുട്ടെന്ന് പറഞ്ഞിരുന്നു. എന്ത് ശ്വാസം മുട്ടല്? ഉച്ചയ്ക്ക് പരിപ്പ് വായസോ കഴിച്ചിട്ട് നേരെ കയറി ഒറ്റ കിടപ്പല്ലേ. ഗ്യാസ് കയറി കൊളുത്തി പിടിച്ചാവും. അല്ലാണ്ട് വേറെ യാതൊരു അസുഖമില്ല. ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പോഴേ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കാണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നേ. നല്ല കാറ്റൊക്കെ കിട്ടുമ്പം യു വിൽ ബി ഫ്രഷ്. ബാലമ്മാവന് നമ്മൾ തമ്മിൽ മറച്ചു വെക്കുന്നതിന് ചെറിയൊരു ഷോക്ക് പോലും താങ്ങാൻ കൽപ്പില്ലാതായിരിക്കുന്നു. കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. ഹിസ് കണ്ടീഷൻ ഈസ് വെരി ബാഡ്. ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ മാറ്റുവാൻ ഞാനും അത് ആലോചിച്ചു. പക്ഷെ വേണ്ട, അത് അദ്ദേഹത്തെ മാനസികമായി കൂടുതൽ തളർത്തിക്കളയും. ഒരു വിധത്തിലുള്ള സ്ട്രെസ്സും മനസ്സിനുണ്ടാവാൻ നോക്കണം. ഇനി ഒരു അറ്റാക്കിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞൊന്നുമില്ല. എന്തോ എപ്പോഴും അടുത്തുണ്ടാവണം. രേവതിക്ക് ഈ വിവരം കാണിച്ചൊന്ന് എഴുതിയാലോ? ആരെഴുതാൻ? ഇനിയിപ്പോ എഴുതിയാൽ തന്നെ ചിലപ്പോ അച്ഛന് രോഗം കൂടുതലാണെന്നും രേവതിയെ കാണാൻ ആഗ്രഹിക്കുന്നെന്നും കാണിച്ച് ഞാനോ ഡോക്ടറോ ഒരു കത്തയച്ചാൽ? വെൽ, ഒരച്ഛന്റെ ലാസ്റ്റ് വിഷ നിലയിൽ നോർമൽ കോഴ്സിൽ ആ പെൺകുട്ടിയുടെ മനസ്സലിയേണ്ടതാണ്. ഷീ ഷുഡ് കം. ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ബാലമ്മാവന്റെ പാതി അസുഖം താനെ മാറിക്കിട്ടും. എന്തു പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് എഴുതിയാലോ? കൊള്ളാം, നല്ല സജഷൻ. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമെന്ന് കേൾക്കുമ്പോ മകളുടെ മനസ്സലിയാതിരിക്കില്ല. ബാലമ്മാവ, അത് ഞാൻ എങ്ങനെ എഴുതണമെന്നാവും സംശയം. ശരിയാണ്, മെഡിക്കൽ ടേംസിൽ മരുന്നിന് കുറിപ്പെഴുതിയുള്ള ശീലമല്ലേ ഉള്ളൂ മാർലൻകുട്ടിക്ക്. ഇന്ദുവിനും അതിൽ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. ഡു വൺ തിങ്. എന്റെ കിടപ്പ് മുറിയിലെ അലമാരയിൽ വലത്തെ ഡ്രോയറിൽ ഒരു കെട്ട് കത്തുകൾ ഇരിപ്പുണ്ട്. അക്ഷരം കൂട്ടി വായിക്കാൻ മാത്രം പ്രായം രേവതിക്കുള്ളപ്പോ തൊട്ട് ഞാൻ അവൾക്കയച്ച കത്തുകൾ പൊട്ടിച്ചുപോലും നോക്കാതെ തിരിച്ചു വന്ന് അവയിൽ ഏത് തുറന്നു നോക്കിയാലും മകളുടെ മനസ്സലിയിക്കാൻ ഒരച്ഛൻ കരളുരുകി എഴുതി വെച്ച വാചകങ്ങൾ കാണും. അത് മാതൃകയാക്കാം. യു കൻ ട്രൈ ദാറ്റ്.